ഓം നമോ നാരായണായ. നാരായണീയം ദശകം 23, ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ഇവിടെ ദക്ഷചരിതത്തിലെ പ്രചേതസ്സുകളുടെ കഥ എന്നുള്ള 19ാമത്തെ ദശകത്തിൽ പ്രചേതസ്സുകൾ വൃക്ഷപുത്രിയായ മാരിഷയെ വിവാഹം ചെയ്തുവെന്നും അവർക്ക് ദക്ഷൻ എന്ന പേരായ ഒരു പുത്രനുണ്ടായി എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ദക്ഷന്റെ ചരിത്രമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദക്ഷന്റെ തപസ്സും വിവാഹവും വിവരിക്കുന്നു. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ ത്വൽസേവനം വ്യഥിത സർഗവിവൃദ്ധി കാമ ആവിർഭൂവിത തഥാ ലസദഷ്ടബാഹു തസ്മൈ വരം ധദിതതാം ച വധൂമസിഗ്നീം. ദക്ഷൻ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി തപസ് ചെയ്തു. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചു. ഭഗവാൻ ആയുധങ്ങളേന്തിയ 8 കൈകളോടുകൂടി ദക്ഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ മകളായ അസിഗ്നിയെ വിവാഹം ചെയ്ത് സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ ദക്ഷന് അനുഗ്രഹം നൽകുകയും ചെയ്തു. ദക്ഷന്റെ പുത്രന്മാർ നാരദോപദേശത്താൽ സൃഷ്ടി വിമുഖരായെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. തസ്യാത്മജാത്വയുതമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വജസാ തവ മാർഗമാഭു നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്ത്വഋഷിരനുഗ്രഹമേവ മേനേ. ദക്ഷന് പത്നിയായ അസിഗ്നിയിൽ ഹര്യശ്വന്മാർ എന്ന പേരിൽ 10,000 പുത്രന്മാർ ആദ്യം ജനിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി നാരായണ തീർത്ഥത്തിൽ ചെന്ന് കഠിനമായി തപസ് തുടങ്ങി. ശ്രീ നാരദ മഹർഷി അവരുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് തത്വോപദേശം കൊടുത്തു. അങ്ങനെ ഹര്യശ്വന്മാർ എല്ലാവരും ഭഗവത് ഭക്തിയിലേക്ക് തിരിഞ്ഞു. അതറിഞ്ഞ് ദുഃഖിതനായ ദക്ഷൻ ശബളാശ്വരന്മാർ എന്ന പേരിൽ വീണ്ടും 1000 പുത്രന്മാരെ ജനിപ്പിച്ചു. അവരും അച്ഛന്റെ വാക്കനുസരിച്ച് നാരായണ തീർത്ഥത്തിൽ ചെന്ന് തപസ് തുടങ്ങി. അവരെയും നാരദൻ ജ്യേഷ്ഠന്മാരുടെ മാർഗത്തിലേക്ക് തന്നെ, അതായത് ഭഗവത് ഭക്തിയിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. അതറിഞ്ഞപ്പോൾ ദക്ഷൻ കോപിച്ച് നാരദനെ ശപിച്ചു. അങ്ങേക്ക് ഒരിടത്തും സ്ഥിരമായി പാർക്കുവാൻ കഴിയാതെ പോകട്ടെ എന്ന്. എവിടെയെങ്കിലും സ്ഥിരമായി പാർക്കുമ്പോഴാണല്ലോ സംസാരബന്ധം ഉണ്ടാവുക. അതുകൊണ്ട് ആ ശാപം തനിക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് നാരദൻ വിചാരിച്ചത്. ദക്ഷൻ പുത്രിമാരിലൂടെ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഷഷ്ട്യാ തതോ ദുഹിതൃപി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്ര. പിന്നെ ദക്ഷന് 60 പെൺമക്കളുണ്ടായി. അവർ വഴിക്ക് പല പല വംശങ്ങളെയും സൃഷ്ടിക്കാൻ തുടങ്ങി. അവരിൽ ഒരു മകളായ അദിതിയുടെ മക്കളാണ് 12 ആദിത്യന്മാർ. അതിൽ 4ാമതായ ത്വഷ്ടാവിന് ഒരു അസുര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതി കോപിച്ച് ഇന്ദ്രനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിന്റെ ഉപദേശമനുസരിച്ച് വിശ്വരൂപനെ പുരോഹിതനായി നിയമിച്ചു. അങ്ങനെ വിശ്വരൂപൻ ദേവാസുര യുദ്ധത്തിൽ നാരായണ കവച മന്ത്രം കൊണ്ട് ദേവേന്ദ്രനെ രക്ഷിച്ച് യുദ്ധത്തിൽ ജയിപ്പിക്കുകയും ചെയ്തു. അല്ലയോ ഭഗവാനെ, അവിടുത്തെ മഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ. അടുത്തതായി ചിത്രകേതു ചരിതം വർണ്ണിക്കുന്നു. വിശ്വരൂപന്റെ ഗൂഢമായ അസുരപക്ഷപാതം ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു. അതായത് വിശ്വരൂപന്റെ അമ്മ അസുര സ്ത്രീയാണല്ലോ. അപ്പോൾ അമ്മ വഴി അസുരന്മാരോടുള്ള സ്നേഹം നിമിത്തം ആരും അറിയാതെ രഹസ്യമായി അസുരന്മാർക്ക് യജ്ഞഭാഗം കൊടുത്തു. ഇത് ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ കോപിച്ച് വിശ്വരൂപനെ വധിച്ചു. വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് ഇന്ദ്രശത്രുവായ ഒരു പുത്രൻ ജനിക്കുവാൻ വേണ്ടി ഒരു ഹോമം നടത്തുന്നു. ആ ഹോമകുണ്ഡത്തിൽ നിന്ന് വൃത്രാസുരൻ ഉണ്ടായി. പൂർവജന്മത്തിൽ വൃത്രാസുരൻ ചിത്രകേതു എന്ന രാജാവായിരുന്നു. അങ്ങനെയാണ് ചിത്രകേതു ചരിതം വർണ്ണിക്കാൻ തുടങ്ങുന്നത്. പ്രാക്ഷൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാത്
ലബ്ധൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈ അമുഹ്യതവശസ്തവ മായയാസൗ. ചിത്രകേതുവിന് അനേകം പത്നിമാരുണ്ടായിരുന്നു, പക്ഷേ പുത്രന്മാരുണ്ടായിരുന്നില്ല. അങ്കിരസ് മഹർഷി ഒരിക്കൽ അവിടെ ചെന്ന് ഒരു യാഗം ചെയ്യിച്ചതിന്റെ ഫലമായിട്ടാണ് രാജാവിന് തന്റെ ജ്യേഷ്ഠപത്നിയായ കൃതദ്യുതിയിൽ ഒരു പുത്രൻ ജനിക്കുന്നത്. പുത്രൻ ജനിച്ചതിന് ശേഷം ചിത്രകേതുവിന് കൃതദ്യുതിയിൽ ഉള്ള സ്നേഹം വർദ്ധിച്ചു. മറ്റു പത്നിമാരോട് സ്നേഹക്കുറവും ഉണ്ടായി. അതുകണ്ട് അസൂയപ്പെട്ട് ചിത്രകേതുവിന്റെ മറ്റു പത്നിമാർ ആ പുത്രനെ വിഷം കൊടുത്തു കൊന്നു. ഇതറിഞ്ഞ ചിത്രകേതു ബോധം കെട്ടു വീണു. അങ്കിരസും നാരദനും കൂടി ചെന്ന് ചിത്രകേതുവിനെ സമാധാനിപ്പിക്കുന്നു. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം ത്യക്ത്വാ തദർച്ചന വിധൗ നൃപതിന്യയുക്ത. അങ്ങനെ അങ്കിരസ് മഹർഷി ചിത്രകേതുവിന്റെ ഈ വാർത്തയറിഞ്ഞ് കാരുണ്യവാനായ നാരദ മഹർഷിയോട് കൂടി ചിത്രകേതുവിന്റെ കൊട്ടാരത്തിലെത്തുകയാണ്. അവിടെ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രകേതുവിനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് പ്രപഞ്ച സത്യം മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിൽ ജന്മമെടുത്താൽ മരണം അനിവാര്യമാണ്. പ്രപഞ്ചത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഒരു തോന്നലാണ് എന്നുള്ള തത്വവിചാരങ്ങളെല്ലാം പറഞ്ഞ് ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും ചിത്രകേതുവിന് ആശ്വാസം ഉണ്ടായില്ല. അപ്പൊ അത് കണ്ടപ്പോൾ നാരദ മഹർഷി തന്റെ കാരുണ്യം മൂലം ചിത്രകേതുവിന് ഇതെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് ചിന്തിച്ച് നാരദ മഹർഷി തന്റെ യോഗശക്തി കൊണ്ട് ചിത്രകേതുവിന് കാണത്തക്ക വിധത്തില് പുത്രന്റെ ജീവനെ വരുത്തി. അങ്ങനെ ആ ജീവനോട് പറയുകയാണ്, നോക്കൂ, നിന്റെ അച്ഛനും അമ്മയും നിന്റെ വേർപാടിൽ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കൂ എന്ന്. അപ്പോൾ ജീവൻ പറയാണ്, ഞാൻ ആരുടെ മകനാണ്? ഇത് കേട്ടപ്പോൾ ചിത്രകേതുവിന് വല്ലാത്തൊരു ആശ്ചര്യം ആയി. കുറച്ചു മുൻപ് വരെ തന്റെ മകനായിരുന്ന ആ പുത്രൻ പറയാണ്, താൻ ആ പുത്രന്റെ ജീവൻ പറയാണ്, താൻ ആരാണ്, താൻ ആരുടെ മകനാണ് എന്ന്. ആ ജീവൻ തുടർന്ന് പറഞ്ഞു, താൻ പല ജന്മങ്ങളും എടുത്തു കഴിഞ്ഞു, വളരെയേറെ ജന്മങ്ങൾ താൻ എടുത്തു കഴിഞ്ഞു. അനേകം അച്ഛനമ്മമാർക്ക് താൻ പുത്രനായി ജനിച്ചിട്ടുണ്ട്. താൻ തന്നെ പലർക്കും അച്ഛനായി ജന്മമെടുത്തിട്ടുണ്ട്. അപ്രകാരം വളരെയേറെ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ അച്ഛനമ്മമാർ പുത്രദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ പുത്രദുഃഖം അനുഭവിക്കുന്ന ഏത് അച്ഛനമ്മമാരെയാണ് ഞാൻ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് നേരിട്ട് ആ ജീവനിൽ നിന്ന് ഇത് കേട്ട ചിത്രകേതുവിന് ഈ ശരീരം നിമിത്തമാണ് എല്ലാം ബന്ധങ്ങളും ഉണ്ടാകുന്നത്. ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ജീവന് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന കാര്യം മനസ്സിലായി. അപ്പോൾ താൻ തന്റെ പുത്രദുഃഖത്താൽ ഇങ്ങനെ വിലപിക്കുന്നത് വ്യർത്ഥമാണ് എന്ന് ചിത്രകേതുവിന് മനസ്സിലായി. അങ്ങനെ ചിത്രകേതു അങ്കിരസ് മഹർഷിയുടെയും നാരദ മഹർഷിയുടെയും കാൽക്കൽ വീണ് തനിക്ക് നല്ല മാർഗം ഉപദേശിച്ചു തരണം എന്ന് പറയുകയാണ്. അവർ പറയുകയാണ്, അജ്ഞാനജന്യമായിട്ടുള്ള ഈ ദുഃഖത്തെ വെടിഞ്ഞ് ആ ഭഗവാനെ ഭജിക്കൂ എന്ന് ചിത്രകേതുവിനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ചിത്രകേതു ദുഃഖമെല്ലാം വെടിഞ്ഞ് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. ചിത്രകേതു നാരദനോട് തന്നെ ഉപദേശം വാങ്ങി തപസ് ചെയ്ത് വിദ്യാധര ചക്രവർത്തിയായിത്തീരുന്നു എന്ന് പറയുന്നു 6ാമത്തെ ശ്ലോകത്തിൽ. സ്തോത്രം ച മന്ത്രമപി നാരദോധ ലബ്ധ്വാ തോഷായ ശേഷവപുഷാ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജത് ഭവന്തം. അപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച ചിത്രകേതു നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച സ്തോത്രവും മന്ത്രവും കൊണ്ട് ഭഗവാനെ ആദിശേഷമൂർത്തിയായി ധ്യാനിച്ച് തപസ്സു ചെയ്തു. ഇവിടെ ചിത്രകേതു ഒന്നും നേടാനല്ല ഭഗവാനെ തപസ്സു ചെയ്തത്, ഒന്നും നേടാനല്ല. കാരണം ചിത്രകേതുവിന് മനസ്സിലായി ഈ
ഈ ലോകത്തിൽ ഒന്നും നേടാനായിട്ടില്ല. താൻ പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ചു, തനിക്ക് പുത്രനുണ്ടായി. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? തൻ്റെ മറ്റു പത്നിമാർക്ക് അസൂയയുണ്ടായി. അതാണ് അവൾ ആ പുത്രനെ വധിക്കാൻ കാരണം. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല, ഒന്നും നേടാനുമില്ല എന്ന് മനസ്സിലാക്കിയ ചിത്രകേതു പരമമായ ആനന്ദം എന്ന് പറയുന്നത് ഭഗവത് ഭജനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നറിഞ്ഞ് വെറും ആ ഭഗവാനിലുള്ള ആ പരമമായ സന്തോഷത്തിനു വേണ്ടി മാത്രമായിട്ടാണ് ഭഗവാനെ ആദിശേഷ രൂപത്തിൽ ധ്യാനിച്ച് തപസ് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് വിദ്യാധര ചക്രവർത്തി എന്ന സ്ഥാനം ലഭിച്ചു എന്നാണ് പറയുന്നത്. 7 ദിവസം കൊണ്ടുള്ള ഭജനം കൊണ്ട് തന്നെ ഗന്ധർവന്മാരിൽ പ്രമുഖനായി തീർന്നു, പ്രധാനിയായി തീർന്നു. തനിക്ക് 7 ദിവസത്തെ ഭജനം കൊണ്ട് തന്നെ തനിക്ക് വലിയൊരു സ്ഥാനമായ വിദ്യാധര ചക്രവർത്തി പദം ലഭിച്ചു എങ്കിലും ആ ഭഗവത് ഭജനത്തിൽ ഒരു തൃപ്തി വന്നില്ല. അതായത് ആ ഭഗവത് ഭജനത്തിലുള്ള ആസ്വാദനത്തിൽ തൃപ്തി വരാതെ വീണ്ടും ഉത്സാഹപൂർവം തന്നെ ഭഗവാനിലുള്ള ഭജനം തുടർന്നു. ഭഗവാൻ ആദിശേഷ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നു. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാത. ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിച്ചിരുന്നത്, കാലതാമസം കൂടാതെ തന്നെ വെളുത്തതും 1000 ശിരസ്സുകളോടും കൂടിയ ആദിശേഷന്റെ രൂപത്തിൽ തന്നെ ചിത്രകേതുവിന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. 4 പുറവും നിന്ന് സിദ്ധന്മാർ സ്തുതിക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ചിത്രകേതു അജിത ജിത സമമതിഭി എന്ന് തുടങ്ങുന്ന 15 ശ്ലോകമുള്ള വിചിത്രവൃത്തമായ ഒരു സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ചിത്രകേതു സ്തുതി ഭാഗവതം 6-ാം സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. ഈ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ചിത്രകേതുവിന് ആത്മതത്വോപദേശം ചെയ്ത് മറയുകയും ചെയ്തു. ചിത്രകേതു പിന്നെ വളരെ കാലം പരമഭക്തനായി ജീവിക്കുന്നു. ത്വദ്ഭക്തമൗലിരഥസോപി ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ശേഷം ഭക്തന്മാരിൽ അത്യുത്തമനായ ആ ചിത്രകേതു അനേക ലക്ഷം സംവത്സരം സന്തോഷത്തോടുകൂടി 14 ലോകങ്ങളിലും ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ടും വിദ്യാധര സ്ത്രീകളെ കൊണ്ട് പാടിച്ചുകൊണ്ടും സുഖങ്ങളിൽ അത്യാസക്തി കൂടാതെ സന്തോഷത്തോടെ സഞ്ചരിച്ചു. ചിത്രകേതു ശ്രീപരമേശ്വരനെ പരിഹസിച്ച് പാർവതിയുടെ ശാപത്തിന് പാത്രമായി തീരുന്നു. അത്യന്ത സംഘവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭം മംഗജാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേവേ. പ്രാരബ്ധത്തിന്റെ ഒരു തീവ്രതയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്നത്. ഭക്തോത്തമനായ ചിത്രകേതു ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം പാടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് കൈലാസത്തിൽ എത്തിച്ചേർന്നു. അവിടെ ശ്രീ പരമേശ്വരൻ സനകാദികളായ മഹർഷിമാർക്ക് ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്ന ആ ഒരു സഭയിലേക്കാണ് ചിത്രകേതു എത്തുന്നത്. അധ്യക്ഷസ്ഥാനത്തിരുന്ന് പാർവതിയെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമശിവനെയാണ് ചിത്രകേതു കണ്ടത്. മറ്റുള്ള മഹർഷിമാർ അതൊന്നും ശ്രദ്ധിക്കാതെ പരമേശ്വരൻ പറയുന്ന വാക്കുകളെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ചിത്രകേതുവിനാണ് ഒരു ഇളക്കമുണ്ടായത്. അങ്ങനെ ചിത്രകേതു പരമശിവനെ പരിഹസിച്ച് സംസാരിച്ചു. ഈ ലോകഗുരു നാണം കൂടാതെ പരസ്യമായി ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ, പ്രാകൃതന്മാർ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പരിഹസിച്ചു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ പരമേശ്വരൻ പുഞ്ചിരി തൂകിയതേയുള്ളൂ. എന്നാൽ പാർവതിക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പാർവതീദേവി കോപം കൊണ്ട് ചിത്രകേതുവിനെ ശപിക്കുന്നു. ഇവൻ ഭഗവാന്റെ ഉത്തമനായ ഒരു ഭക്തനായിട്ടാണ് നടക്കുന്നത്. എന്നാൽ
അപ്രകാരമുള്ളൊരു ഭഗവത് ഭക്തന് യോജിക്കാത്ത പ്രവൃത്തിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ഒരു അസുരനായി പോകട്ടെ എന്നാണ് പാർവതീദേവി ശപിച്ചത്. മേൽപ്പത്തൂർ പറയാണ്, ഉത്തമ ഭക്തനായിരുന്നിട്ട് കൂടി ചിത്രകേതുവിന് കുറച്ചെങ്കിലും ആസക്തി ഉണ്ടായിരുന്നിരിക്കണം. ആ വിഷയാസക്തിയെ തീരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ പ്രേരിപ്പിച്ചത് കൊണ്ടായിരിക്കണം ചിത്രകേതുവിന് ഇപ്രകാരമെല്ലാം പ്രവർത്തിക്കാൻ തോന്നിയത്. പാർവതിയുടെ ശാപമേറ്റ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായി തീർന്നതെന്ന് പറയുന്നു. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരവിഭ്രമമപാസ്യ ഗതപദം തേ. ഇപ്രകാരം പാർവതീദേവിയുടെ ശാപവാക്കുകൾ ഏറ്റിട്ടും ചിത്രകേതുവിന് ഒരു പരിഭ്രമവും ഉണ്ടായില്ല. ചിത്രകേതു ചിന്തിച്ചു, ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടതാണ്, തന്റെ പ്രാരബ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ, അത് കഴിഞ്ഞ് തനിക്ക് ഭഗവാന്റെ ആ പരമപദത്തെ പ്രാപിക്കാമല്ലോ എന്ന് കരുതി ശാപമോക്ഷം പോലും ചിത്രകേതു ആവശ്യപ്പെടുന്നില്ല. അപ്രകാരം ഈ ചിത്രകേതുവാണ് നേരത്തെ പറഞ്ഞ വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് നടത്തിയിരുന്ന ഹോമത്തിന്റെ അഗ്നിയിൽ നിന്ന് വൃത്രാസുരനായി ജനിക്കുന്നത്. പിന്നീട് വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ വൃത്രാസുരനെ തോൽപ്പിക്കാൻ ഇന്ദ്രൻ വളരെയേറെ പരിശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ദദീജി മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കുന്ന വജ്രായുധത്തിന് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ഇന്ദ്രനും മറ്റു ദേവന്മാരും ദദീജി മഹർഷിയെ കാണുന്നു. അങ്ങനെ ദദീജി മഹർഷിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മഹർഷി ഇതൊരു ലോക നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് കരുതി സന്തോഷത്തോടുകൂടി തന്റെ യോഗശക്തി കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച വജ്രായുധം കൊണ്ടാണ് പിന്നീട് ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിക്കുന്നത്. ഈ യുദ്ധത്തിനിടയിലും വൃത്രാസുരൻ ദേവേന്ദ്രന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദേവേന്ദ്രന് പോലും തന്റെ ആത്മതത്വോപദേശം കൊണ്ട് അജ്ഞാനത്തെ നീക്കിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അത്രയും മഹത്തരമാണ്. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ പിന്നെ അത് വരും ജന്മങ്ങളിലും ആ ഭഗവത് ഭക്തി നമ്മുടെ മനസ്സിൽ അങ്ങനെ മായാതെ ജ്വലിച്ചു നിൽക്കും എന്നാണ് ഈ ചിത്രകേതുവിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ദ്രനെ വധിക്കുവാൻ ദിതി ചെയ്ത ശ്രമവും ഭഗവൻ മാഹാത്മ്യത്താൽ വിപരീത ഫലമായി തീർന്നു എന്ന് പറയുന്നു. ത്വത്സേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. കശ്യപന്റെയും ദിതിയുടെയും മക്കളായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിച്ചത് ഇന്ദ്രനാണ്. അതിനാൽ തന്റെ മക്കളായ ഇവരെ വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിച്ചതോർത്ത് ദിതിക്ക് ഇന്ദ്രനിൽ ശത്രുതയുണ്ടായി. അങ്ങനെ ഇന്ദ്രനെ വധിക്കുന്നതിനു വേണ്ടി ഒരു പുത്രനെ തനിക്ക് നൽകണമെന്ന് ഭർത്താവായ കാശ്യപ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് കാശ്യപ മഹർഷി ഗർഭമാധാനം ചെയ്യുകയും താൻ ഉപദേശിക്കുന്ന പുംസവന വ്രതം ഒരു സംവത്സര കാലം മുഴുവൻ ഒരു ഭംഗവും കൂടാതെ അനുഷ്ഠിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഇതെല്ലാം മനസ്സിലാക്കിയ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ അവരുടെ ആശ്രമത്തിൽ വന്ന് ദിതിയെ സഹായിക്കാനായി ദിതിയുടെ കൂടെ അങ്ങനെ ആശ്രമത്തിൽ കഴിഞ്ഞു വന്നു. ദിതി തന്റെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് വ്രതമെല്ലാം ഒരു ഭംഗവും കൂടാതെ അങ്ങനെ അനുഷ്ഠിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി തലമുടി അഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ മുടി അഴിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് ആ വ്രതനിഷ്ഠയിൽ ഉണ്ടത്രേ. അപ്പൊ അതിനാൽ ഈ ഒരു സന്ദർഭം മുതലെടുത്ത് ഇത് തന്നെ പറ്റിയ അവസരം എന്ന് കരുതി ഇന്ദ്രൻ ആ ഗർഭത്തിൽ കയറിക്കൂടി, ദിതിയുടെ ഗർഭത്തിൽ കയറിക്കൂടിയിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ വാളുകൊണ്ട് വെട്ടി കഷ്ണങ്ങളാക്കി എന്നാണ് പറയുന്നത്. ആ ഗർഭസ്ഥ ശിശു കരഞ്ഞപ്പോൾ മാരോതി എന്ന് പറഞ്ഞ് ശാസിച്ചു അത്രേ.
കരയരുത് എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ 49 കഷണങ്ങളാക്കി എന്നാണ് പറയുന്നത്. എന്നാൽ ദിതി ഭഗവാനെ ധ്യാനിച്ച് ആ വ്രതം അനുഷ്ഠിക്കിയാൽ ആ വ്രതാനുഷ്ഠാനത്തിന്റെ ആ പ്രഭാവം കൊണ്ട് ഈ കുഞ്ഞുങ്ങളൊന്നും മരിച്ചില്ല. അവർ ഇന്ദ്രനോട് കൂടി പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ മരുത്തുക്കൾ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ ആ മരുത്തുക്കൾ ഇന്ദ്ര സഹോദര തുല്യരും ഇന്ദ്രന്റെ സുഹൃത്തുക്കളായും ഭവിച്ചു. ദിതിക്ക് ഭഗവാനിലുള്ള ആ ഭഗവത് ഭക്തിയുടെ ആ മഹാത്മ്യം കൊണ്ട് തന്നെ ഒരു പുത്രനെ ആഗ്രഹിച്ച് ദിതിക്ക് പിറന്നത് 49 പുത്രന്മാരാണ്. 49 പുത്രന്മാരെ കണ്ട് ദിതി ആശ്ചര്യപ്പെട്ടു. ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ താൻ ചെയ്തത് തെറ്റാണ്, തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആ ഭഗവത് ഭക്തിയുടെ മഹാത്മ്യം കൊണ്ട് ദിതിക്ക് ഇന്ദ്രനോട് ക്ഷമിക്കാൻ കഴിഞ്ഞു. അപ്രകാരം ദുഷ്ടത കരുതി ഭജിച്ച ദിതിക്ക് പോലും ഗുണം വരുത്തിയ ഭഗവാൻ യാതൊരു ദുർവിചാരവും കൂടാതെ ഭജിക്കുന്ന തന്നെ രക്ഷിക്കാത്തത് മഹാകഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്.